ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 30. ജഡമറിവിലറിവിന്നു ചിന്തയില്ല, ഓതിയിടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം. വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്നുഴലുന്നതില്ല നൂനം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 30. ജഡത്തിനറിയുന്ന സ്വഭാവമില്ല, തുര്യബോധമാകുന്ന അറിവിന് ചിന്തയുമില്ല. ആ അറിവ് വാക്കുകൊണ്ട് ഒന്നും പറയുകയുമില്ല. എല്ലാം ഒരറിവ് മാത്രമാണെന്നറിഞ്ഞ് പലതെന്നുള്ള പ്രതീതികളെ മുഴുവൻ തള്ളിക്കളഞ്ഞാൽ അങ്ങനെയുള്ളവൻ സ്വന്തം അന്തരംഗമായ ആത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള അനുഭൂതി ഉണ്ടായിട്ട് പിന്നീട് ഞാൻ ശരീരത്തിന് വശപ്പെട്ടവനാണ് എന്ന അവസ്ഥയിൽപ്പെട്ട് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നുള്ളത് തീർച്ചയാണ്. നമ്മിലുള്ള മായ മാറാനുള്ള വഴി നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പഠിച്ചു. മായ മാറിയാൽ തെളിഞ്ഞു വരുന്നതായ തുര്യബോധമാണ്. തുര്യബോധം തന്നെയാണ് ആത്മസ്വരൂപം. ആ ആത്മസ്വരൂപം അറിവു തന്നെയാണ്. ആ അറിവിൻ്റെ അഥവാ ആത്മാവിൻ്റെ മഹേന്ദ്രജാലമാണ് ചിത്തെന്നും ജഡമെന്നും ഒക്കെയുള്ള പ്രതീതികൾ ഉണ്ടാക്കി നമ്മെ ഭ്രമിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മഹേന്ദ്രജാലത്തെ അസത്യമെന്ന് മനസ്സിലാക്കി വിട്ടുകളയുക. അപ്പോൾ പ്രശ്നം അവതരിപ്പിച്ചിട്ട് സംശയഗ്രസ്തനായി നിൽക്കുന്ന ഞാൻ എന്ന വ്യക്തിയും ജഡാത്മകവും ചിതാത്മകവുമായ അതിൻ്റെ സവിശേഷതകളും ഒക്കെ ആ അറിവിൽ അമർന്ന് അതുമാത്രമായി തീരും. അതിന് അവശതകൾ ഉണ്ടെന്നോ ഉള്ളതൊന്നും അവശേഷിക്കുകയില്ല. അതിനെയാണ് ഉടലിൽ അമർന്ന് ഉഴലുന്ന അവസ്ഥയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ആദ്യം ഇരുളിൽ ഇരുന്ന് 2 പേർ അന്യോന്യം നീ ആര് എന്ന് ചോദിക്കാൻ ഇടയായത്. എല്ലാം ഒരേ അറിവിൻ്റെ കളിയായി മാത്രം കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ആ അറിവായി ആത്മാവായി മാത്രം വർത്തിക്കുമായിരുന്നു, ഒന്നും ചോദിക്കാതെയും പറയാതെയും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.